വേണ്ട ക്ലബില് വന്ന് കുത്തിരുന്നിട്ട് ഞാനുണ്ട്, വല്ലഭായി ഉണ്ട്, പിന്നെ തിലകുണ്ട്, ഇവരെല്ലാരും ഉണ്ട്, കാന്തിയാത്തോപ്പുണ്ട്. എല്ലാരും കൂടി ലുഡോ ബോർഡും പാമ്പും കോണി ഇതൊക്കെ കളിക്കുന്ന സമയത്തുണ്ട് രവി വരുന്നേ. ഏത് രവി? ഇവളെ രവിയടോ. ഓ, മേത്തൽ നമ്മളെ മരിച്ചുപോയ രവി. എടോ രവീന്ദ്രനാഥ ടാഗോർ. എന്താ വിളിക്ക? രവിന്ന്. അതെ, ഞങ്ങൾ അങ്ങനത്തെ ബന്ധല്ലേ. അപ്പൊ മൂപ്പരിങ്ങൾ എന്താ വിളിക്കുക? ഇനി എന്നെ കണയെന്ന് കാണാതെ വിളിച്ചാൽ പോലെ കൈനിക്കടാന്ന് വെച്ചാൽ വിളിച്ചോ. കാണാ അല്ലാതെ അകല്ലോ. നിങ്ങൾ പറയുന്നു. ഓനെന്താ അറിയാം, എമ്പള് സ്നേഹം കൂടുമ്പോ അക്ഷരം കുറയും. പറയൂ. അങ്ങനെ അപ്പൊ മൂപ്പര് കേറി വന്നിട്ട് അല്ല എല്ലാരും കളിയൊക്കെ നിർത്തിക്കോളിട്ടോ, നമുക്ക് ഇന്നത് കിട്ടാൻ പോവുകയാണ്. എന്ത് സ്വാതന്ത്ര്യോ കിട്ടാൻ പോവുകയാണ്. അങ്ങനെ അപ്പൊ ഞങ്ങള് ഭയങ്കര സന്തോഷമായി. എല്ലാരും എണീറ്റ് കയ്യൊക്കെ അങ്ങനെ അടിച്ച് അങ്ങോട്ട് നിർത്തി, കല്യൊക്കെ നിർത്തി ഭയങ്കര സന്തോഷമായല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പൊ ഇത് കിട്ടിയല്ലേ, ഞാൻ ദാക്ഷായനോടൊന്ന് പോയി പറഞ്ഞാട്ടേന്ന് എന്റെ പെണ്ണുങ്ങളോടെ. ഞാൻ അങ്ങോട്ട് എണീക്കലും ഒരൊറ്റ ഇന്നൊരു ഒറ്റ പിടുത്ത. എന്നിട്ട് കാണാനായിട്ട് ഞങ്ങളാളെ കുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചെന്തേ ഇന്നിപ്പോ രാത്രി മുമ്പൊക്കെ ഇത് കിട്ടും. എന്ത് സ്വാതന്ത്ര്യോ? അത് കിട്ടും. കിട്ടിക്കഴിഞ്ഞാല് നാളെ രാവിലത്തേക്ക് ഇമ്പക്ക് ഒരു പ്രധാനമന്ത്രി വേണം. ഞങ്ങള് നോക്കിയിട്ട് ഇപ്പൊ ആരെയും കാണില്ല, നിങ്ങളെന്നെ അങ്ങോട്ട് ആവണമെന്ന്. എന്റെ ഭഗവതിയെ എന്നും കൊട്ടുന്ന എന്നോടെന്ത് നീ പരീക്ഷണോ? മോനാടെ കുത്തിക്കണോ? അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞ് നിങ്ങൾ ആരാച്ച ആയിക്കോളി, എനിക്ക് താല്പര്യമില്ല, എനിക്ക് സ്ഥാനമോ ഇല്ല. നിങ്ങള് പിന്നെ വല്ലഭായിനെ ആയിക്കോളി, അല്ല സാന്ധ്യത്തോപ്പിനെ ആയിക്കോളി, മൂപ്പർക്ക് തൊപ്പില്ലേ, മൂപ്പരായിക്കോട്ടെ. അല്ല വേറെ ആരാച്ച ആയിക്കോളി, ഞാനാവൂല. തിലകനാക്കിക്കോളി, അങ്ങനെ ആരാച്ച ആയിക്കോളി, ഞാനാവൂല എന്ന് പറഞ്ഞാൽ അർത്ഥം മുറിച്ചാണ് പറഞ്ഞാൽ ഞാൻ പറയാ മാത്രല്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് പോന്ന്. അപ്പം ബാക്കിന്ന് കാണാരേട്ടാ നിങ്ങളോട് പറയേണ്ടവര് പറഞ്ഞോളുന്ന്. ഒരു കൊളുത്ത് വർത്താനാണല്ലോ. കൊളുത്ത് വർത്താൻ. അപ്പൊ ഞാനത് മൈൻഡാക്കിയില്ലട്ടോ. ഞാൻ അങ്ങോട്ട് പോന്ന് വീട്ടിലെത്തി ദാശാനിയോട് പറഞ്ഞു, ദാശാനി നമുക്ക് ഇന്നത് കിട്ടുകയാണ്. ഓക്ക് വലിയ സന്തോഷായി. അപ്പൊ ഈ കട്ടൻ ചായ ഉണ്ടാക്കി വിടുന്ന. അങ്ങനെ ഓള് കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെ അവില് കുഴച്ചിന്, അവില് പഴവും ഒക്കെ അരക്കരിയും പിന്നെ നെയ്യും ഇതൊക്കെ കൂട്ടി നന്നാക്കി നന്നാക്കി. നിങ്ങൾ അവില് കുഴക്കുന്ന കഥാണോ പറയുന്നത്, അതോ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ? അല്ല, അവില് ഇതിന്റെ ഒരു ഭാഗമാണ്. നന്നാക്കി കുഴച്ച് അങ്ങനെ അവില് കുഴച്ചതും കട്ടൻ ചായ ഞങ്ങൾ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. ഉമ്മർത്തുനിന്ന് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്നുണ്ട് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. അന്നത്തെ മാതിരി തന്നെ മഞ്ഞും കറുപ്പും. ഞാനും വിചാരിച്ചു അന്നത്തെ കാലത്ത് കേട്ടുന്ന ഓട്ടോറിക്ഷ. അല്ല, ഈ ഓട്ടോറിക്ഷയിൽ ഇപ്പൊ ആരാ വരാല്ലേ. അങ്ങനെ ഞങ്ങൾ നോക്കുക. അപ്പൊ നോക്കുമ്പോണ്ട് ഓട്ടോറിക്ഷയിൽ ആരാ ഇറങ്ങിയത്? ആരാണ്? സുബടോ. ഏത് സുബൂന്ന്? ഇവളെ സുഭാഷ് ചന്ദ്രബോസ്. കാണാരേട്ടാ, ഇനി ക്ഷമിക്കൂലട്ടോ. എന്ത് വിടലാണ് ഇയാള്? എന്നെ പറയണ്ട, എനിക്കറിയില്ലേ. എന്റെ ഭഗവതിയെ ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോയി മനേലിട്ട് കേറ്റിയില്ലാന്ന് പറഞ്ഞോട്ടാ. തോണി വന്നില്ല. അല്ല, ഞാൻ നീന്തിക്കോളാം. എടാ, നീന്തി വെള്ളം കുടിച്ച് ചത്തു. ഇതിന് നല്ലത് അതാണ്. മോനേക്ക് ഇവിടെ വന്നിരിക്കും. തോണി ഇപ്പൊ വരും. തോണി എടോ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല പുട്ട എടുക്കട്ടെ. ഞാൻ എങ്ങനെ കഴിക്കാ? ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇടയ്ക്ക് പുട്ടച്ചോടം നടത്തിയ അല്ല, നിങ്ങൾ കഥ പറയും. അങ്ങനെ മൂപ്പര് കൊലാലിക്ക് ഇങ്ങോട്ട് കേറി ഭയങ്കര ദേഷ്യത്തിൽ. ആ കണ്ണുമൊക്കെ ഇങ്ങനെ കറുത്തുണ്ട് ദേഷ്യം കൊണ്ടേ. എന്നോട് ഞാൻ ചോദിച്ചു എന്തേ സുബുവ പോന്നേന്ന്. കാണാരേട്ടാ നിങ്ങളെന്നെ ആവണമെന്ന്. എന്ത് പ്രധാനമന്ത്രി? അപ്പോഴും ആവശ്യം തന്നെയാണല്ലേ? അതെ, മറ്റോര് പറഞ്ഞേച്ചതാ. നേരത്തെ പറഞ്ഞില്ല, നിങ്ങളോട് പറയേണ്ടവര് പറഞ്ഞോളുന്നു. അതാണ് സംഗതി. ഞാൻ പറഞ്ഞു സുബു, എനിക്ക് നിങ്ങളോട് ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഞാൻ ഏൽക്കൂല, എന്നെ കൊണ്ട് നടക്കൂല. എനിക്ക് പറ്റൂല. അങ്ങനെ അർത്ഥം മുറിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ പറ്റൂല എന്നുള്ളത്. ഞാൻ പറയാം ദാശാനിയെ സുബ് വന്നിട്ടുണ്ട്,
ഒരു ചായ ഇങ്ങോട്ട് എടുത്തോന്ന്. ഓള് ചായ ആയിട്ട് വരുമ്പോഴേക്ക് മൂപ്പരാണ്ട് പോയിച്ചാ. നീ വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ ആണ്ട് പോയിച്ചാല് ദേഷ്യം പിടിച്ച് പോയതാ. എന്നിട്ട് ഓട്ടോറിക്ഷേന്റെ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് നോക്കുക. എന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം ഉണ്ടോന്നേ. ഞാൻ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് നിന്ന്. സ്ട്രോങ് ആയിട്ട് ഒരു ചായ എടുക്കട്ടെ. ആയില്ല, സാധനം കിട്ടിക്കോട്ടെ. ഒരു 8 മണിയാകുമ്പോ നല്ല ക്ഷീണമുണ്ട്. 8 മണിയാകുമ്പോ ഞാൻ അങ്ങോട്ട് കിടന്ന് നല്ല ഉറക്കാണ്ട് ഉറങ്ങി. ഇല്ല, ഒരു 9:45 10 മണി ആയിണ്ടാവും. 10 മണി ആയിണ്ടാവും. അപ്പണ്ട് ഒരു തോണ്ടല് മാത്രല്ല, ഒരു പാമ്പായിക്കേ. അതെന്നാ ഞാനും വിചാരിച്ചേ പാമ്പാണെന്ന്. അപ്പൊ അന്ന് ജനല് തുറന്നിട്ട് ചൂടുകാല ഏപ്രിൽ 14 അന്ന്. ഓഗസ്റ്റിലല്ലോ സാധനം കിട്ടി. ചെക്കര മുന്നൊന്നും പറഞ്ഞൂടാ, ഏതോ ഒരു മാസാണ് അന്ന്. അപ്പൊ ജനല് തുറന്നിട്ടാ കിടക്കണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് മനസ്സിലായത് പുറത്തുനിന്നുള്ള കളിയാന്നുള്ള എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്റെ തലവണേന്റെ അടിയിൽ 8 കട്ടേന്റെ ടോർച്ച്, വലിയ ടോർച്ച്, ഇത് ഇങ്ങോട്ട് എടുത്ത് എന്റെ മുഴുവൻ ധൈര്യം അങ്ങോട്ട് സംഭരിച്ചിട്ട് ആരാണ്ടാ ആരാണ് ചോയ്ക്ക്, ആരാണ്? നെഹ്റു. പറഞ്ഞോ കാണാരട്ടാ, ഇങ്ങോട്ട് വാടോ. എന്ത് വിടലാണ് ഇയാള്? ഇതിനൊക്കെ ഒരു പരി അതാ പോകുന്ന പിടിക്കും. തോലിക്കാട്ടങ്ങോട്ട് പോയടോ. അങ്ങനെ മൂപ്പരുണ്ട് ജനലിന്റെ കമ്പിയും പിടിച്ച് ഇങ്ങനെ നിക്കല്. സ്പൈഡർമാനാ മൂപ്പര് ഇങ്ങനെ നിക്കാൻ. ഞാൻ ചോദിച്ചു എന്തേന്ന് പറയട്ടാ. ഞാൻ പറഞ്ഞ ഈ കേൾക്കുന്നാണ് ഓരൊക്കെ പറയുന്നത്. ആവണമെന്ന്. എന്ത് പ്രധാനമന്ത്രിയടോ? അപ്പോഴും ആവശ്യം തന്നെയാ. ഞാൻ പറഞ്ഞു നേരട്ടാ, ഇതിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ അവിടെ പൊയ്ക്കോളി, ഞാൻ താവൂല. ഞാൻ പറഞ്ഞു ഇന്നെ കൊണ്ട് നടക്കൂല, നിങ്ങൾ ആരെ അച്ഛ അയക്കോളി, അല്ല നിങ്ങൾക്ക് ഞാൻ അയക്കൂടെ? മൂപ്പര് പറയാ, ഒന്നും കൂടി അന്ന് ആലോചിച്ച് നോക്ക്, 11:45 ഉള്ളൂ, 12 മണി വരെ സമയം ഉണ്ടെന്ന്. മൂപ്പര് പിന്നെ ജനലിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വെറുപ്പിക്കുക, അത് അയ്യാവണം ഇന്റെ അങ്ങോട്ട് നട്ടപ്പെടാൻ തിരിച്ചു. ഞാൻ ജനലൊരൊറ്റ അടയ്ക്കല. മോശമായിപ്പോയി. അത്രയും വലിയൊരു നേതാവിന്റെ മുഖത്ത് നോക്കിട്ട് നമ്മള് ജനലടയ്ക്കാൻ പാടുണ്ടോ? നേതാവാണെന്ന് പറഞ്ഞാ മനസ്സിലാവേണ്ടോ? അതുകൊണ്ട് അങ്ങനെ ജനലാണ്ടടച്ച് ഞാൻ സുഖായിട്ട് ആശാനും പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത മോശമായി പോയത്. സുഖായിട്ട് കടന്ന് അങ്ങോട്ടോ. ഇതായി വലിയ ആനക്കാരിയായിട്ട് പറഞ്ഞിട്ടോന്ന് പറഞ്ഞു തീർന്നില്ലടോ. പിറ്റേന്ന് രാവിലെ കഥ മുഴുവൻ. അങ്ങനെ നേരം വെളിച്ചായി. നേരം വെളിച്ചായപ്പോ എന്താണ് നേരം വെളിച്ചായപ്പോ മുറ്റത്തട കിടക്കണ കേസരി. അപ്പൊ മൂപ്പർക്ക് പെരയും കൂടിയൊന്നുമില്ലേ? കേസരി പത്രം ഇടോ. അത് ശരി, അന്നത്തെ പത്രം. അങ്ങനെ ഞാൻ ഈ പത്രം ഇങ്ങോട്ട് എടുത്തിട്ട് നൂർത്തി ഇങ്ങോട്ട് നോക്കുക. നൂർത്തി ഇങ്ങോട്ട് നോക്കുമ്പോ എന്താ ഫസ്റ്റ് പേജിൽ തന്നെ കാണുന്നത്? എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിൽ വലിയ പുതുമയൊന്നുമില്ലല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിറ്റേന്ന് ഇറങ്ങുന്ന പത്രത്തിന്റെ ഹെഡിങ് എന്തായിരിക്കും? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതന്നെയല്ലേ ഉള്ളൂ. ഏടോ ഇജ്ജ് തൊള്ളേക്ക് ഒരു കസേരയുള്ള വേണ്ട. ഈ അടിയിൽ എന്താ എഴുതിയെന്നുള്ള ഈ നോക്കി. അടിയിൽ കണാരൻ പിന്മാറി, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നിങ്ങൾ വേറെ ആരോടും പറഞ്ഞില്ലല്ലോ? അതെ, വേറെ ആരോടും പറഞ്ഞില്ലല്ലോ. പിടിച്ചോ, ഒട്ടിച്ചോ. ഞാൻ കൊട്ട് നിർത്തി. നിങ്ങളിത് വേറെ ആരോടും പറയാം. ഇങ്ങോട്ട് നോക്കി. നിങ്ങളിത് വേറെ ആരോടും പറഞ്ഞോ? നമ്മളോട് മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി ആരോടെങ്കിലും പറഞ്ഞാൽ അടുത്ത ദിവസം നാളെ അങ്ങനെ പത്രത്തിൽ വേറൊരു വാർത്ത വരും. അതെ, ജാലിയൻ കണാറിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. അത് വരുത്തണം. ഇങ്ങോട്ട് വാ. എന്റെ അച്ഛനല്ലോ മോനത്. എന്റെ അച്ഛൻ നിങ്ങൾ എങ്ങനെ അത് സഹിക്കുന്നു? എങ്ങനെയാണ് സഹിക്കണേന്ന് ഇത് കണ്ടങ്ങള്. ഇതിങ്ങനെ രണ്ടാക്കാം, എന്നിട്ടിങ്ങനെ ചെവിട്ടിലിങ്ങനെ വെക്കാം. ഇതാണ് കാലങ്ങളായിട്ട് ഞാനും എന്റെ അമ്മയും കൂടി ഇയാളെ കൊണ്ട് സഹിക്കണേ. ശരി.
ഒന്ന് അടുപ്പിച്ചു കൊടുക്കണോ ഇങ്ങോട്ട് വാ ഈ എന്താടാ നേരം വൈകി അക്കരക്ക് കുറച്ച് പഴക്കൊല കൊണ്ടുപോകണ്ടായിരുന്നു ഇവിടെ വലിയൊരു കൊല നടക്കേനി എടോ അതാ ഇങ്ങോട്ട് വാ എന്താ പ്രശ്നം? നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായിണ്ടെങ്കിൽ ഈ ആരും കൂടെ നിൽക്കൂ നാട്ടാരും കൊടുത്തു വെക്കൂ. അന്റെ തോണി ഒഴിവാക്കുവോ എന്നെ തന്നെ ഒഴിവാക്കും. പിന്നെ അവിടെ തോണി ഇന്ന് ഈ ഒരൊറ്റ കാര്യം ചെയ്തേ ഈ സാധനത്തിന് ഈ ഒന്ന് അങ്ങോട്ടേക്ക് ഒഴിവാക്കി പിടിച്ചോ മോനെ കൊറേയൊക്കെ സപ്പോർട്ട് സത്യത്തിൽ നിങ്ങളെ പേരെന്താ? സത്യം പറയണം നിങ്ങളെ പേര് ശരിക്കെന്താ? പറമ്പത്ത് കാണാരെ രാജ്യം പാലാഭാഗത്തേക്ക് വന്നോ രാജ്യം പാലാഭാഗത്തേക്ക് വന്നോ ആ നേതൃസംഖ്യ എനിക്ക് ഒരു ബന്ധമില്ല. സ്വാതന്ത്ര്യ സമരത്തെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ ആ സമയത്ത് ജനിച്ചിട്ട് കൂടിയില്ല. ജവഹർലാൽ നെഹ്റു നിങ്ങൾക്ക് അറിയോ? ഫോട്ടും കൂടി കണ്ടില്ലടോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നീന്താൻ അറിഞ്ഞൂടാ. അതിനാ ഞങ്ങൾക്കും വേണ്ടേ റെഡി കടത്തുവള്ളം യാത്രയായി ഭീമ ജ്വൽസ് കോമഡി ഫെസ്റ്റിവലിൽ